കഴിഞ്ഞ വീഡിയോയിൽ ടോപ്പ് സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ വട്ടവടയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. പോകുന്ന വഴിയൊക്കെ കുറച്ച് കടകളൊക്കെ ഇങ്ങനെ കാണാം. ചെക്ക് പോസ്റ്റിലേക്ക് എത്താറായി കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? മൂന്നാറിന് ഒരു 40 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ടോപ്പ് സ്റ്റേഷൻ്റെ ഇപ്പുറത്തായിട്ട് വട്ടവട ചെക്ക് പോസ്റ്റിലാണേ. ഇവിടെ നമ്മുടെ വണ്ടി നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. പോയാൽ മാത്രം പോരാ, 6 മണിക്ക് മുമ്പായിട്ട് നമ്മൾ തിരിച്ചു വരണം, അല്ലെ അവിടെ സ്റ്റേ എടുക്കണം. അപ്പോൾ ഈ വട്ടവട ഭാഗത്തേക്ക് പോകുന്ന വഴിയും അവിടെ ചെന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ. ഇവിടെ ഇതാ ചെക്ക് പോസ്റ്റ് നമുക്ക് കാണാവേ. ഈ ചെക്ക് പോസ്റ്റിനുള്ളിൽ കൂടെ നമ്മൾ കടന്നു പോകണമെങ്കിൽ ചെറിയ നിബന്ധനകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ വണ്ടി നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ 6 മണിക്ക് മുമ്പായിട്ട് നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് ഇങ്ങോട്ട് കടക്കുകയും വേണേ, അല്ലെങ്കിൽ വട്ടവടയിൽ എവിടെയെങ്കിലും നമ്മൾ സ്റ്റേ ആയിട്ട് നിൽക്കേണ്ടി വരും. ഇതാണ് ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഒരു കാഴ്ചകൾ. ഇവിടെ മുകളിലേക്കൊരു വഴി നമുക്ക് കാണാം. പണ്ട് കൊടൈക്കനാലിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നൊരു വഴിയാണ്. എസ്കേപ്പ് റോഡെന്നാണ് ഇതിൻ്റെ പേര്. സായിപ്പുമാർ പണ്ട് കൊടൈക്കനാൽ വഴി അവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നാറിലേക്കും എറണാകുളത്തേക്കൊക്കെ പോരാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വഴിയാണ്. ഇതിലെ പോയ മയിൽക്കുറ്റിയും പാലവും കലുങ്കും എല്ലാം ഇന്നും നമുക്ക് കാണാവേ. 300 രൂപ ഫീസ് അടച്ചാൽ ഇവർ നമ്മൾ കുറേ ദൂരമൊക്കെ ഇവരെ കൊണ്ടു നടക്കും. ഗൈഡ് വരും കൂട്ടത്തിൽ, ഫോറസ്റ്റിൻ്റെ. പക്ഷെ നമ്മൾ അങ്ങനെ പോകുന്നില്ല. നമുക്ക് പോകേണ്ടത് വട്ടവടയ്ക്കായതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുവാണേ. ഇത് ഷോല നാഷണൽ പാർക്ക് എന്നാണ് ഈ ഭാഗത്തിനൊക്കെ പറയുന്ന പേര്. ഇവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. ചില സമയങ്ങളിലൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് അവരെയൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ അതൊരു നല്ല രാവിലെ സമയത്തും വൈകുന്നേര സമയത്ത് നമുക്ക് അവരെ പോയാൽ കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് മുന്നോട്ട് പോകാവേ. ഈ പോകുന്ന വഴിക്ക് ഒരുപാട് മരങ്ങളും യൂക്കാലിപ്റ്റസ് മരങ്ങളും അല്ലാതെ നല്ല വനഭംഗി കിട്ടുന്ന ഒരു മേഖല കൂടെ നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ വഴിയിലൊന്നും ഇറങ്ങാനൊന്നും പാടില്ല. അവിടെ തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കണം. 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എവിടെയും നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു നിബന്ധന. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിനകത്തെല്ലാം ക്യാമറ ഇവർ വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ അന്നേരം നമുക്കത് അവർ ക്യാമറയെ കാണും. അതിന് ഫൈനും മറ്റുമൊക്കെ ഈടാക്കുവേ. അപ്പം 5 കിലോമീറ്ററോളം നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്ന ഒരു ദൂരമേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഒത്തിരി ദൂരമുണ്ട്. ഇവിടുന്ന് നമ്മൾ കയറി ചെല്ലുമ്പം കുറച്ച് ഫോറസ്റ്റിൻ്റെ കുറച്ച് ബംഗ്ലാവും അപ്പുറത്തൊരു എന്താ പറയുക വാച്ചിങ് ഗാലറിയും, ഈ ഭാഗത്താണ് മൃഗങ്ങളൊക്കെ കൂടുതൽ കാണാൻ നമുക്ക് ചിലപ്പോൾ പറ്റുന്ന ഒരു സ്ഥലം. ഇവിടെ ഇതാ ഫോറസ്റ്റുകാരുടെ കെട്ടിടങ്ങളൊക്കെയാണ്. പിന്നെ ഇവർക്ക് ഒരു ഹോം സ്റ്റേ പോലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഗസ്റ്റുകൾക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമൊക്കെ ആയിട്ടാണ് അവിടെയും കിടക്കുന്നത്. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടോ. ഇവിടെ അത്ര വണ്ണമുള്ള മരങ്ങൾ ഇപ്പോൾ ഇല്ല. വണ്ണമുള്ള മരങ്ങളെല്ലാം വെട്ടിപ്പോയി കുറേ. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് മരങ്ങൾ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ അങ്ങനെ കുറേ മരങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഇവിടെയും ഒരു ആവറേജ് വണ്ണമുള്ള മരങ്ങളൊക്കെ കാണുന്നുള്ളൂ. ഒരുപാട് വലിയ മരങ്ങളൊന്നും ഇല്ല. ഇത് കുറേ അധികം ദൂരമുണ്ട്. ഈ കൊടൈക്കനാൽ മേഖലയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ യൂക്കാലിയുടെ ഒരു നല്ല മണമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. നമ്മളിപ്പം ഏകദേശം അപ്പുറത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് എത്താറായി. കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയാൽ മതിയേ. ഞാനും റൈഡർ പ്രേമിയും കൂടെയാണ് പോകുന്നത്. റൈഡർ പ്രേമിയുടെ ദാസപ്പം ബുള്ളറ്റിലാണ് യാത്ര. ഇനിയിപ്പം ഈ ഒരു ഭംഗിയുള്ള കാഴ്ചകൾ കഴിഞ്ഞാൽ നമുക്കിനി വട്ടവട ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് മുന്നോട്ട് ഇനി കൂടുതലായിട്ടും കാണാറുള്ളത്. കുറച്ച് ദൂരം കൂടെ വന്നു കഴിഞ്ഞപ്പം ഇതാ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് ഇപ്പുറത്തേക്ക് വന്നു കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വട്ടവട ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെയാണ് കൂടുതലും. നമ്മൾ കടന്നു വന്ന ഒരു വഴിയൊക്കെ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒത്തിരി മനോഹരമാണ്. ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വട്ടവട. പിന്നെ ഇങ്ങോട്ട് ഇഷ്ടംപോലെ ബസ് സർവീസൊക്കെ ഇപ്പോഴും ഉണ്ടേ. പണ്ടൊക്കെ അധികം ബസ്സൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ KSRTCയുടെയും പ്രൈവറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് ബസ് സർവീസുകളൊക്കെ ഉണ്ട്. നമുക്ക് എപ്പോൾ വേണേലും വന്നിട്ടൊക്കെ പോകാവുന്ന മേഖലയാണ്. വട്ടവട ഗ്രാമത്തിൻ്റെ ഒരു ദൂരക്കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ഇവിടെ മനോഹരമായൊരു പള്ളി കാണാം. ആ മേഖലയൊക്കെ യൂക്കാലിപ്റ്റസ് മരങ്ങളൊക്കെയാണ് കൂടുതലും. ഈ ഒരു സൈഡൊക്കെ ഷോല നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതെല്ലാം.
പിന്നെ ഇഷ്ടംപോലെ ഹോം സ്റ്റേയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴി കാണാം. പിന്നെ ഇവിടുത്തെ ടെറസ് ഫാമിംഗ് ആണ് ഏറ്റവും അഡ്വഞ്ചറായിട്ടുള്ളൊരു സംഭവം. അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. കൊടൈക്കനാലിനോട് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അവിടുത്തെ ഒരു രീതിയിലുള്ള ഒരു കൃഷി രീതിയും ജീവിത രീതിയും ഒക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ. ഇവിടെ ഒരു ഫാമൊക്കെ ഉണ്ട് നമ്മൾ വന്ന വഴിക്ക് തന്നെ. ഇവിടെ ഇറങ്ങി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ താഴെ ഒരു ഫാമുണ്ടേ. റൈഡർ പ്രേമി അവിടെ ഇറങ്ങി നിന്ന് അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ ഈ രീതിയിലുള്ള കടകളൊക്കെ കാണാം. താഴെ ഒരു റിസോർട്ടാണ്. ഇപ്പം ഞങ്ങൾ ഞായറാഴ്ചയാണ് വന്നതുകൊണ്ട് നല്ല തിരക്കുള്ള സമയമാണ്. നമ്മൾ ഡിസംബറിലാണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ. ഈ വീഡിയോ കാണുന്നത് ജനുവരിയിലായിരിക്കും. ഇതിലെ കുറച്ച് താഴേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്ക് ഇവരുടെ ഒരു ചെറിയ ഫാമൊക്കെ കാണാം. താഴെ സ്ട്രോബെറി ഒക്കെ ഇട്ടേക്കുന്നുണ്ടോ? കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിയാൽ അവരുടെ തന്നെ ഫാമാണിത്. ഇവിടെ മഡ് ഹൗസ് ഉണ്ട്, ഫാം സ്റ്റേ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇത് ശരിക്കും ഒരു ബിസിനസ് തന്ത്രമാണെന്ന് പറയേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ള കുറച്ച് ഫാമുകൾ ഇവരുണ്ടാക്കും. അതിനോടനുസരിച്ച് കുറേ ഹോം സ്റ്റേ, മഡ് ഹൗസ്, റിസോർട്ട്. ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്, എവിടെ നോക്കിയാലും അങ്ങനെയാണ്. ഇതുപോലുള്ള ചെറിയ മഡ് ഹൗസുകൾ ഇവർ പണിതുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതിൽ വന്ന് ആൾക്കാരിങ്ങനെ താമസിക്കും, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്. ഇതൊരു മഡ് ഹൗസ് കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്ന് പോവുകയാണ്. ഈ ചേട്ടനാണ് ഈ മഡ് ഹൗസിൻ്റെ ഓണർ. പുള്ളി അതിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ട്രോബെറി ജാമുണ്ട്, സ്ട്രോബെറി ഉണ്ട്, ഇവിടുത്തെ ക്യാരറ്റൊക്കെ പുള്ളി പറിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊന്നും അത്ര കാര്യമായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട്, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എപ്പോഴും അത് മധുരമായിരിക്കും. പുള്ളി സ്ട്രോബെറിയൊക്കെ പറിച്ചു വെച്ചൊക്കെ എടുത്ത് നമ്മളെ കാണിക്കുവാണ്. ഇവിടെ ഇപ്പം ഇങ്ങരുടെ അടുത്ത് കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ വീടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ, ഫുള്ള് മണ്ണും കല്ലും കമ്പും കോലും കൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ താമസിക്കാനൊക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. സ്ട്രോബെറി പാടം എന്തായാലും ദൂരെ നിന്നുള്ള ഒരു കാഴ്ചയൊക്കെ നല്ല ഭംഗിയാണ്. പ്ലാസ്റ്റിക്കിനുള്ളിലേ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു ഹോട്ടലൊക്കെ കണ്ടു. നമ്മൾ എവിടെ കയറി എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് നോക്കട്ടെ. ഇന്നിപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പം വീണ്ടും കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു. ഇത് നീലക്കുറിഞ്ഞിയാണേ. ഇവിടെ കുറച്ച് നീലക്കുറിഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് 12 വർഷത്തിലൊരിക്കലേ പൂക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു. ഇവിടങ്ങളിലെ ഫാമുകളിലൊക്കെ മിക്കവാറും 1-2 ചുവട് എല്ലായിടത്തും തന്നെ കാണാം. ഇത് വീണ്ടും നമ്മൾ വട്ടവട കാഴ്ചകളിലേക്ക്. ഭക്ഷണം കഴിച്ചത് ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. വട്ടവട ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ച കണ്ടോ, ഒരു ദൂരക്കാഴ്ച. ഇതാണ് വട്ടവട. അതിൻ്റെ മുകളിലൊരു മലയുണ്ട്, പഴത്തോട്ടം എന്ന് പറഞ്ഞിട്ട്. അവിടെ കയറി നിന്ന് ഇങ്ങോട്ട് നോക്കണം.
പക്ഷേ ഞങ്ങളൊന്ന് പോയി നോക്കുന്നുണ്ട്. റോഡ് ഓക്കെ ആണെങ്കിൽ മുകളിലോട്ട് പോകും, ഇല്ലെങ്കിൽ നമ്മുടെ റൈഡർ പ്രേമിയുടെ ദാസപ്പൻ്റെ ഫ്രണ്ട് ടയറൊക്കെ ഇച്ചിരി ഡേഞ്ചറാണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഈ താഴോട്ട് ഫുള്ള് ഫാമുകളാണ് കേട്ടോ. നമ്മൾ മേളിൽ കണ്ട പോലെയല്ല, ഇച്ചിരി കൂടെ നല്ല രീതിയിലുള്ള സ്ട്രോബെറിയുടെയും ക്യാരറ്റിൻ്റെയും അങ്ങനെ പച്ചക്കറികളും ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല ഫാമുകൾ നമുക്ക് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കാണാം. പക്ഷേ പണ്ട് ഞാനിവിടെ ഒരു 2 കൊല്ലം മുമ്പ് വന്ന പോലെയല്ല. വട്ടവട ഇവിടെയൊക്കെ ഇപ്പോൾ പക്ക ബിസിനസ്സായി കേട്ടോ. ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അന്നില്ലായിരുന്നു. ഒരു നാച്ചുറാലിറ്റി ശരിക്കും കിട്ടുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇവിടെ പുറത്തുനിന്നുള്ള ബിസിനസ്സുകാരൊക്കെ വന്ന് സ്ഥലമൊക്കെ എടുത്ത് പല രീതിയിലുള്ള മ്യൂസിയവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും ഒരു ടൗൺ മേഖലയായിട്ട് അധികം താമസിക്കാതെ ബിൽഡിങ്ങുകളൊക്കെ വന്ന് ഇതിൻ്റെ ആ ഒറിജിനൽ ആയിട്ടുള്ള കാഴ്ചകളെല്ലാം ഇല്ലാതായി പോകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. ബിൽഡിങ്ങുകൾ കൂടുതൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പ്രകൃതിയുടെ തനതായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇല്ലാണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ പോയാൽ കുറച്ച് ഫാമുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും, അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. ഇതുകൊണ്ടോ ഈ കഴുതയുടെയൊക്കെ കോവർ കഴുതയാണ്, ഇവരുടെ പുറത്താണ് പച്ചക്കറികളൊക്കെ ഇങ്ങോട്ട് തോട്ടത്തിൽ നിന്നൊക്കെ അവർ എത്തിക്കുന്നത്. ഇതിലേ ഇറങ്ങി ചെന്നാൽ ഒരു നല്ല ഫാമുണ്ട് അവിടെ. അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. ഞങ്ങൾ പക്ഷേ ഇപ്പുറത്തെ വഴിക്കാണ് വന്നത്. വീണ്ടും അതാ ഈ കഴുതകളുടെ പുറത്ത് ഇവർ ഈ പച്ചക്കറിയൊക്കെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടോ. ഇവിടെ ഒരു ഫാമുണ്ട് ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ. ഇത് ഇച്ചിരി കൂടെ നല്ലൊരു ഫാമാണ്. ഇതിനുള്ളിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിളിൻ്റെ ഒക്കെ കാഴ്ചകളാണ്, മറ്റു കാഴ്ചകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. സ്ട്രോബെറിയും അതുപോലെ തന്നെ സൺഫ്ലവർ അത്രയ്ക്കൊന്നുമില്ല. ഇവർ ഷോയ്ക്ക് അതിലൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ സ്ട്രോബെറിയാണ് മെയിനായിട്ട്. ഇത് നല്ലൊരു ഫാമാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള ടൈപ്പിലുള്ള സ്ട്രോബെറി കായ്കൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെയും എന്തൊക്കെയോ കൃഷിക്കുള്ള നഴ്സറിയൊക്കെ ആയത് ഒരുപാടുണ്ട് കേട്ടോ. ഈ മേഖല ഇവർ സ്ട്രോബെറി ഇട്ടേക്കുന്നത്. ഈ സ്ട്രോബെറിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ വളരുകയൊന്നുമില്ല. അത് അതിൻ്റേതായ രീതിയിൽ ഇവരുണ്ട്. ഇതുപോലെ ബഡ് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ കവറിങ് കൊടുത്തിട്ട് ഇടയ്ക്ക് ചെറിയ കുഴിയുണ്ടാക്കി, ആ കവർ പൊട്ടിച്ച് കുഴിയുണ്ടാക്കി ആ കുഴിക്കകത്ത് തൈ നട്ട് പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചുമ്മാ മണ്ണിൽ കൊണ്ട് പിടിപ്പിച്ചാൽ അത് പിടിക്കത്തില്ല. പിന്നെ അതിനെന്തൊക്കെയോ പ്രത്യേക തരത്തിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് സെറ്റായിക്കൊണ്ട് വരുന്നതാണേ. നമ്മളും പല പ്രാവശ്യം ഇവിടെ ഒന്ന് പരിശ്രമിച്ച് നോക്കിയിട്ടുണ്ട്, അവിടെ നിന്ന് തൈയൊക്കെ കൊണ്ടുവന്നിട്ട്. പക്ഷേ അത് ക്ലിക്കായില്ല. ചെടി ഇങ്ങനെ മുളച്ചൊക്കെ വരും, പക്ഷേ അകത്ത് അങ്ങനെ കായൊന്നും ഉണ്ടായി. 1-2 എണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. വലിയ കാര്യമായിട്ടുണ്ടായി ഞാൻ കണ്ടില്ല. എന്തായാലും ഈ സ്ട്രോബെറിക്കൊക്കെ ഇവിടെ നല്ല വില കേട്ടോ. 200 രൂപ മുതൽ 400 രൂപ വരെ വിലയുണ്ട് ഈ സ്ട്രോബെറിക്ക്. വിലയുള്ള സാധനമാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ അധികം ഇങ്ങനെ ഈട് നിൽക്കത്തില്ല. പെട്ടെന്ന് തന്നെ ഉള്ളിൽ നിറച്ച് വെള്ളമായിട്ട് നിൽക്കുമല്ലേ, പെട്ടെന്ന് തന്നെ കേടായി പോകും പറിച്ചു കഴിഞ്ഞാൽ. ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു പരിധി വരെയൊക്കെ നിൽക്കുകയുള്ളൂ. പിന്നെ ഇതിനെ പെട്ടെന്ന് തന്നെ ജാമോ ജ്യൂസോ ഒക്കെ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ കൊള്ളാം. പക്ഷേ ഇതിൻ്റെ തനതായ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിൽ പഞ്ചസാരയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കാതെ എടുക്കണം. ഒരു പുളിപ്പ് കൂടിയുള്ള ഒരു മധുരം അതിന് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളിപ്രാവശ്യം പോയിട്ട് അവിടെ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഞങ്ങൾ വാങ്ങിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലൊന്നും അല്ല പോയത്. സ്ഥലങ്ങൾ കാണുക. ഇതുണ്ടോ സൂര്യകാന്തി നിൽക്കുന്നത്. ഇവിടെ ഇതിങ്ങനെ 1-2 ചെടിയാണേലും കുറേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ഇവർക്കൊരു ഷോപ്പൊക്കെ ഉണ്ട്. ഷോപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ഷോപ്പൊന്നുമല്ല, ഒരു സാധാരണ രീതിയിലുള്ള ഈ പുല്ലൊക്കെ ഇട്ട് ഉള്ളൊരു ഷോപ്പാണ്. ഇവിടെ ഇപ്പം വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാമും സ്ട്രോബെറിയൊക്കെ ഒരു സെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനത്തുള്ള ചെറിയ കടകളുണ്ട് ഇതിനകത്ത്. സൂര്യകാന്തി ചെടികളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ ഈ പഴത്തോട്ടം ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങോട്ടുള്ള വഴി എത്രത്തോളം ബെറ്ററാണെന്ന് അറിയത്തില്ല.
കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം എന്നാണ് റൈഡറും എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആ വഴിക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ മുകളിൽ നിന്ന് വരുന്നുണ്ടോ. ഇവിടെ ഏറ്റവും ഈ വഴി മോശമാകാനുള്ള കാരണം ഈ യൂക്കാലിപ്സ് മരങ്ങൾ ഇവിടുന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ ലോറിയിലും പിക്കപ്പിലൊക്കെ അടിക്കുമ്പോൾ ഉള്ള റോഡും കൂടെ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ റോഡൊക്കെ മോശമാണ്. ഇവിടെ നല്ലൊരു ഫാമൊക്കെ കാണാം, ടെറസ് ഫാമിങ് അങ്ങനെ ഉണ്ടെന്ന് നോക്കി. ആ മുകളിൽ നമുക്കൊരു എന്താ പറയുക, ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, ഒരു പ്രത്യേക ഭംഗി തന്നെ. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ച കണ്ടേ, ഈ ക്യാരറ്റ് കഴുകുന്ന ഒരു സംഭവമാണ്. അത് ഇവർ ഈ ഒരു ഇതിനകത്തിട്ടാണ് കഴുകുന്നത്, ഒരു ഡ്രമ്മിനകത്തിട്ട് മോട്ടർ അടിച്ച് വെള്ളം കയറ്റിയിട്ട് കഴുകിയെടുക്കുന്ന ആ കാര്യങ്ങൾ ആ ചേട്ടൻ നമ്മളോട് വിവരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. ഇതും ഒരു വ്യാപാരത്തിൻ്റെ മറ്റൊരു മുഖമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ കുറേ വിറകൊക്കെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ. യൂക്കാലിയുടെ കമ്പുകളൊക്കെയാണ് ഇവർ കത്തിക്കാൻ വിറകിനായിട്ടും ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. പണ്ടൊക്കെ ഇത് ഒരു വീടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു. ഇവിടെ കുറേ അധികം ഈ വട്ടവടയുടെ തനതായ ശൈലിയിലുള്ള കുറേ വീടുകളും പിന്നെ ഒരു തമിഴ്നാട് ശൈലിയിലുള്ള ഒരു അമ്പലവും ഒക്കെ കാണാം. ഈ അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ കണ്ടോ, നല്ല കളർഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ അതേപോലുള്ള അമ്പലങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. കാരണം തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുകയും ഇവിടെ താമസിക്കുന്നതിൽ ഭൂരിഭാഗവും തമിഴ്ക്കാരുമാണ്. മലയാളികൾ അപൂർവമുള്ളൂ. വീണ്ടും നമ്മൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ അടുത്തൊരു ചെറിയ ഫാമുണ്ട്, അവിടെ നമുക്കൊന്ന് ഇറങ്ങാവേ. ആ മലനിരകളൊക്കെ കണ്ടോ, അതൊക്കെ കൊടൈക്കനാൽ മലനിരകളാണ്. അതിൻ്റെ അപ്പുറം ഒരു 15 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ നമുക്ക് കൊടൈക്കനാലിലേക്കൊക്കെ ചെല്ലാം. ഇതാ വഴി ഭയങ്കര മോശമാണ്, അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു വീട് ഇരിക്കുന്നതാണോ, ഇവിടെ ഒരു പഴയ വീട്. ഇത് കണ്ടോ, പഴയ വീടല്ല, അവിടുത്തെ ഒരു ആദിമകാലത്തെ വീടാണത്. ഇതാ വീണ്ടും താഴത്തെ പച്ചക്കറിത്തോട്ടം നമുക്കൊന്ന് കണ്ടുവരാം. ഇവിടെ ഒരു വീടുണ്ടേ, ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്കങ്ങ് പോകാം. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് ഈ വഴിക്ക്. ഇവരുടെ ഒരു ചെറിയ ഫാമാണ് ഈ താഴെയുള്ള. റൈഡർ പ്രേമി ഇതൊക്കെ കണ്ട് അന്തം പൊട്ട് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണേ. പുള്ളി ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ട് ഇവിടെയും സ്ട്രോബെറിയുടെ ഒക്കെ കൃഷികളാണ് കൂടുതലും. പിന്നെ പയറുണ്ട്, ക്യാബേജുണ്ട്, ക്യാരറ്റുണ്ട്. അടുത്ത കൃഷിക്കുള്ള മണ്ണൊക്കെ ഇളക്കിയിട്ടിരിക്കുന്നു. ഇതിൻ്റെ താഴെ അതാ ബീൻസ് പയറായി കാണുന്നത്. ഇതെല്ലാം നമ്മളെ കേരളത്തിലേക്കൊക്കെ വരുന്ന പച്ചക്കറികളാണ് കേട്ടോ. വട്ടവട ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ച നോക്കൂ, എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ നമ്മളെ ഇവിടുത്തെ പോലത്തെ ഏലം കൃഷിയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പച്ചക്കറി ഇത് ശരിക്കും പച്ചക്കറിയുടെ ഒരു സീസൺ കാണുന്നത് നമ്മളെ ഓണത്തോടനുബന്ധിച്ച്, ഓണത്തിന് 1 മാസം മുമ്പേയൊക്കെ ഇങ്ങോട്ട് വരണം. അപ്പോഴാണ് ശരിക്കുള്ള വെജിറ്റബിളിൻ്റെ ഒരു കൃഷി നമുക്ക് കാണാൻ പറ്റുക. ക്യാബേജൊക്കെ കണ്ടോ, ഇതിനിടയ്ക്ക് ഇവിടെ ബ്രോക്കോളി ഉണ്ട് കേട്ടോ. ഇത് ബ്രോക്കോളിയാണ്. ഇവിടുത്തെ ഈ ഫാമിലെ ഉടമസ്ഥനാണ് പുള്ളി, നമ്മളെ ഓരോന്ന് പരിചയപ്പെടുത്തി തരുവാണ്. ഇതാ ബ്രോക്കോളി ഉണ്ടോ, അതിൻ്റെ കൃഷിയും ഇവിടെ ഉണ്ട്. പുള്ളി ഇവിടുത്തെ കൃഷികളുടെ രീതിയൊക്കെ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഒറിജിനൽ വെളുത്തുള്ളി ഇതാണ്. ഒറിജിനൽ വെളുത്തുള്ളി ഇതാണ്. അപ്പോൾ നമുക്കിവിടെ ക്യാരറ്റും കാണാം കേട്ടോ. ക്യാരറ്റ് ഇവിടെ നിന്നൊക്കെ പറിച്ചിട്ടാണ് നമ്മളങ്ങോട്ടൊക്കെ ക്യാരറ്റ് ആ മൂന്നാർ ടൗണിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഫാമൊക്കെ.
ഇവിടെയുമുണ്ട് ഒരു നീലക്കുറിഞ്ഞിയൊക്കെ കേട്ടോ. ഇത് മിക്കവാറും എല്ലായിടത്തും കാണുമേ. ഈ കാഴ്ചകൾ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി. അപ്പം നമ്മൾ ആ ഓഫ് റോഡ് വീണ്ടും ഇങ്ങോട്ട് വന്നു. ഈ വഴിക്ക് ഇനി നമ്മൾ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ താഴോട്ട് തിരിച്ചിറങ്ങി വന്നേ. അപ്പം നമ്മൾ വഴി തെറ്റി വന്ന പോലെ ഒരു വഴിക്ക് വന്നു. വട്ടവട ടൗണിലേക്ക് പോകാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലേ പോകാൻ പറ്റുമോ ഇല്ലോ എന്ന് നോക്കാം. പക്ഷേ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഇതൊരു ഊരിനുള്ളിലേക്ക് വന്ന വഴിയായിപ്പോയി കേട്ടോ. വഴി ഇവിടെ വരെ ഉള്ളൂ. ഇതിൻ്റെ താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ അമ്പലത്തിൻ്റെ കാഴ്ചകളും കൃഷിയിടങ്ങളും ഒക്കെയാണ്. പിന്നെ പഴത്തോട്ടത്തിൻ്റെ ഒരു വ്യൂ ആണ് ആ മോളിൽ കാണുന്നത്. അവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ വട്ടവട കാണാൻ ഒത്തിരി ഭംഗിയാണ്. പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകത്തില്ല. ഇവരുടെ പഴയകാല വീടുകളും പുതിയ വീടുകളും ഒക്കെ നമുക്കിവിടെ കാണാം. വട്ടവടയുടെ തനതായ രീതിയിലുള്ള കുറേ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഈ മുകളിലൊക്കെ ഓരോ വീടുകളൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം തിരിച്ച് അതേ വഴിക്ക് തന്നെ നമ്മൾ പുറത്തേക്ക് പോവാണേ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പം നേരെ ചെല്ലുന്നത് അങ്ങനെ ഒരു ചേട്ടനതാണ്ട് കൃഷിയിടത്തിൽ പോയിട്ടൊക്കെ പോകുന്ന കാണാവേ. മരുന്നടിക്കാനൊക്കെ പോയതാണെന്ന് നമ്മളോട് പറയുക. പക്ഷെ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയ കാര്യം പറഞ്ഞപ്പോഴും പുള്ളി പറഞ്ഞു ഇതിലേ മുന്നോട്ട് തന്നെ പോയാൽ മതിയെന്ന്. അങ്ങനെ വന്നപ്പോൾ റൈഡർ പ്രേമി ഈ മുകളിലൊരു വീട് കണ്ട് അങ്ങോട്ട് പോയി കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരിക. അല്ല, വീഡിയോ എടുത്തിട്ട് വരികയാണേ. ഞാൻ ഈ താഴെ നിന്നൊക്കെ എടുക്കുന്നുള്ളൂ. ഒത്തിരി ഭംഗിയുള്ള വീടാണ് കേട്ടോ ഇതൊക്കെ. ആ പഴയ ആ ഒരു ലുക്കിലാണ് ഇത് ഇരിക്കുന്നത്. അന്നും ഇതുകൊണ്ടോ 2ാം നിലയൊക്കെ പണിത വഴി ഇട്ടിരിക്കുക. ഈ മൺവീടിന് അതും 2ാം നില. ഏറ്റവും കൂടുതൽ മൺവീടുകളുള്ള ഈ കാന്തല്ലൂരും വട്ടവടയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഈ വട്ടവടയുടെ തനതായിട്ടുള്ളൊരു കാഴ്ചകളുണ്ടോ. ഇത് നമ്മൾ ഇറങ്ങിപ്പോയപ്പോൾ കണ്ടതാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ എടുത്തതേ ഉള്ളൂ. ചെറിയ മഡ് ഹൗസുകളും വട്ടവട ടൗണും അവരുടെ വീടുകളും ഒക്കെയാണ്. പിന്നെ കൃഷിയിടങ്ങൾ. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ടേ. ഈ റോഡ് പണി നടക്കുന്ന കാരണം ഇവിടെ മൊത്തം അലമ്പായിട്ട് കിടക്കുക. ഇനി ഇതിൻ്റെ പണിയൊക്കെ തീർന്ന് 1 വർഷമൊക്കെ പിടിക്കും. പക്ഷേ എന്നാൽ ഇവരുടെ ഫാമുകളിൽ കൂടെ കിടക്കുന്ന പഴത്തോട്ടം റോഡ് ഭയങ്കര മോശം റോഡ് തന്നെ കേട്ടോ. ഇപ്പം നമ്മൾ വട്ടവട ടൗണിലേക്ക് പോവുകയാണേ. ഇതാണ് വട്ടവട ബസ് സ്റ്റാൻഡ്. അവിടെ ഒരു ബസ് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. കുറേ വീടുകളും കടകളും എല്ലാം കൂടെ ഒന്നിച്ച് വരുന്നൊരു ഭാഗമാണ്. നമ്മൾ വിചാരിച്ചാൽ അത്ര ഭയങ്കരം ഒരു ടൗണൊന്നുമല്ല. ഒരു ചെറിയ ജംഗ്ഷൻ അത്രേ ഉള്ളൂ. വട്ടവട വലിയൊരു ടൗണാണെന്ന് ആരും വിചാരിക്കരുത്. ഈ കാണുന്ന കുറച്ച് കടകളൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഈ പഴത്തോട്ടങ്ങളും പച്ചക്കറിത്തോട്ടങ്ങളും ഹോം സ്റ്റേയും മഡ് ഹൗസും ഒക്കെയാണ്. വട്ടവട ടൗണിൻ്റെ ഒരു കാഴ്ച ചെറുതായിട്ട് നമുക്കത് കണ്ടു നോക്കാം. ഈ കാണുന്നതൊക്കെയാണ്. ഇവിടുന്ന് നമുക്ക് കുറച്ച് താഴോട്ടിറങ്ങിപ്പോയാലേ ഇവരുടെ കുറേ വീടുകളുണ്ട്. ഈ കവലയോട് ചേർന്ന് തന്നെ ഒത്തിരി വീടുകളുണ്ട്. അങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോയി നോക്കാം. ഞാനാദ്യം അങ്ങോട്ട് പോകാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ റൈഡർ പ്രേമിയുണ്ട്, ഇത് പോകുന്നു. ആ പുറകെ ഞാനും പോയി. ഈ പല കളറിലുള്ള കുറേ വീടുകൾ കാണാം ഇവിടെ. ഇടയ്ക്കൂടെ ചെറിയ അമ്പലങ്ങളും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലെ ഒരു ഉൾപ്രദേശത്ത് ചെന്ന പോലെ തന്നെയാണ് ഇവിടെ ഉള്ള ഒരു കാഴ്ചകളൊക്കെ. ഇത് കഴിഞ്ഞാൽ നമ്മൾ കൊട്ടക്കാമ്പൂരിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതും ഒത്തിരി നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ അവരുടെ അമ്പലമൊക്കെ കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു അമ്പലമൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. അതുപോലെ ചെറിയ വീതി കുറഞ്ഞ വഴിയാണ്. ഇറങ്ങി പോകുമ്പോൾ ഈ 2 സൈഡിലും വീടുകളാണ്. ഇവിടെ എല്ലാം ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ ജനസംഖ്യയുടെ കണക്കൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒത്തിരി നമ്മൾ ഈ വട്ടവടയിലേക്ക് വന്ന് ഇവിടുത്തെ ഈ കൃഷിയിടങ്ങളൊക്കെ കണ്ടതിൻ്റെ ഒരു കാഴ്ച ആ ഒരു ഭാഗം നമ്മൾ ഈ ടൗണിൻ്റെ ഈ ഭാഗം കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാണേ. അപ്പോൾ എന്താ പറയുക, ഇതൊരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ വിചാരിച്ച പോലല്ല, ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് വട്ടവട. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു തുടർ വീഡിയോ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ഒരെണ്ണത്തെ തന്നെ അങ്ങനെ കൊണ്ട് തീർക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ
തൽക്കാലം ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.